ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഒരു സ്റ്റേഷനറി കടയിൽ സാധനം വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കൊന്നും അല്ല കേട്ടോ. ഈ ദ്വീപിൽ നമുക്ക് പെട്രോൾ കിട്ടണമെങ്കിൽ ഇങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ പെട്രോളൊക്കെ ബില്ലാക്കുക മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നേരെ പെട്രോളൊക്കെ സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ടോക്കൺ അനുസരിച്ചിട്ട് ക്യൂ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പെട്രോൾ കിട്ടത്തുള്ളൂ. ഗൈസ്, 1 ലിറ്റർ പെട്രോളിന് ഇവിടെ 140 രൂപയാണ് കേട്ടോ വില വരുന്നത്. നമ്മൾ അങ്ങനെ പെട്രോളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ക്യൂവിൽ അങ്ങനെ നിൽക്കുകയാണ്. ഒത്തിരി പേര് ഇവിടെ പെട്രോൾ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്റെ ടോക്കൺ കുറെ അവസാനത്തേക്ക് ആയതുകൊണ്ട് ഞാൻ ഇവിടെ മൊത്തം ഒന്ന് വീഡിയോ എടുത്തു. ഈ കാണുന്ന ബാരലുകളിലായിട്ടാണ് ഇവിടെ പെട്രോൾ സൂക്ഷിക്കാറുള്ളത്. ഈ തിക്കിലും തിരക്കിലും ഒരു 3 ലിറ്റർ പെട്രോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ അറിയാതെ ഞാൻ നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പിന്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ചു പോയി. ഓരോരോ ബാരലുകളിലെ പെട്രോളുകൾ തീരുന്നതിനനുസരിച്ച് ഇവർ അടുത്ത ബാരലുകൾ ഇങ്ങനെ അതിന് മുകളിൽ ഉരുട്ടി കയറ്റി ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ നാട്ടിലൊക്കെ ഒരു 2 മിനിറ്റ് പെട്രോൾ അടിക്കാൻ വൈകി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോലാഹലങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എത്ര ക്ഷമയുള്ള ആൾക്കാരാണെന്നറിയോ. ഇനിയിപ്പം നമ്മളെ ടോക്കണിനായിട്ടുള്ള വിളിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടുത്തെ ഓരോ വാഹനങ്ങൾക്കും ഓരോരോ കാർഡുകളുണ്ട്. ആ ഒരു കാർഡിൽ 20 ലിറ്റർ പെട്രോളാണ് ഒരു മാസത്തേക്ക് ഇവിടെ റേഷനായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കും പെട്രോൾ കിട്ടി ഗൈസ്. 1 ലിറ്റർ നേരെ വണ്ടിക്കകത്ത് വെച്ചു, 2 ലിറ്റർ പാഴ്സലും വാങ്ങി ഞാനിതാ നേരെ റൂമിലോട്ട് പോവുകയാണ്. വൈകുന്നേരമായപ്പോൾ ഇവിടുത്തെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഊഞ്ഞാലടിയിട്ടുള്ള ബീച്ചിലെ അവിടേക്ക് തന്നെ വീണ്ടും പോയി. അന്ന് പോയ സമയത്ത് ഈ ലൈറ്റുകളൊന്നും കത്തിയിട്ട് കണ്ടില്ല കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ വൈകുന്നേര കാഴ്ചകളും രാത്രി കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. അപ്പം കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.